ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടമാണല്ലോ ഇന്നലെ കടന്നുപോയത്. ഇന്നലെ വൈകുന്നേരം രാത്രി 11:30 മണിയായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഏകദേശ കണക്ക് വന്നിട്ടുണ്ട്. 64.40% മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അസമിലാണ്, കുറവ് യുപിയിലും. അതായത് മൂന്നാം ഘട്ടത്തിലും പൊതുവെ തെരഞ്ഞെടുപ്പ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു. ഇതും BJPയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനം കുറവായിരുന്നു. സിബി തന്നെയാണ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നത്. സിബി, 3 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് ശതമാനം അല്ലെങ്കിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറവാണ്. BJPയെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോകുന്നത്. ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 64% മാത്രമാണ്. തീർച്ചയായും മനു, ഇതൊരു അന്തിമ കണക്കല്ല. ഇപ്പോൾ ഇന്നലെ രാത്രി 11:40 വന്ന ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അപ്ഡേഷനാണ് ഈ 64.40 പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് അല്പം കൂടി ഉയരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒന്നാം ഘട്ടത്തിലെല്ലാം തന്നെയും ഈ വോട്ടെടുപ്പിന് ശേഷം 11 ദിവസത്തിന് ശേഷമാണ് ഒരു അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. രണ്ടാം ഘട്ടമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിന് ശേഷം 4 ദിവസത്തിന് ശേഷമാണ് അന്തിമ കണക്ക് പുറത്തു വന്നത്. അങ്ങനെ എല്ലാം തന്നെയും പോളിംഗ് ശതമാനം ഏറെ കാലതാമസത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വിടുന്നത്. അത് വലിയ വ്യാപകമായ പരാതിക്കും കാരണമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 66.14% രണ്ടാം ഘട്ടത്തിൽ 66.47%. എന്തായാലും ഏറ്റവും കുറവ് പോളിംഗ് തന്നെയാണ് മൂന്നാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറെ ആശങ്കയോടാണ് BJP ഈ ഒരു പോളിംഗ് ശതമാനത്തെ കാണുന്നത്. പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയിലും ആശങ്കയിലും ആക്കിയിരിക്കുന്നത്. ഈ ഒരു പോളിംഗ് ശതമാനം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യുപിയിലാണ്. 57.34% ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിൽ 58.18%, ഗുജറാത്തിൽ 58.98%. അതായത് BJP ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെല്ലാം നിലയും വെറും 60% താഴെ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ആശങ്കയോടെ BJP നോക്കിക്കാണുന്നു. മാത്രമല്ല BJPയുടെ ക്യാമ്പയിൻ എല്ലാം നിലയും പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ജനകീയ വിഷയമൊന്നും തന്നെയും ഒരു പ്രചരണായുധമാക്കാതെ വർഗീയമായ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗവും നടത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഇന്നലെയും തെരഞ്ഞെടുപ്പിനെ പൊതുറാലിയിൽ അതിനെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇതൊന്നും തന്നെയും വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചില പോളിംഗ് ശതമാനം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. എന്തായാലും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ കണക്കുകൾ. ഇനി മഹാരാഷ്ട്രയിൽ നോക്കിയാൽ 61% മാത്രമാണ് പോളിംഗ്. ഇത്തവണ മഹാരാഷ്ട്രയെല്ലാം തന്നെയും BJP വലിയ ഒരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മധ്യപ്രദേശിലാകട്ടെ 66.5%. മധ്യപ്രദേശിൽ ഇന്നലെ പോളിംഗ് എല്ലാം തന്നെയും പൂർണ്ണമാകുകയും ചെയ്തു. മറ്റൊന്ന് കർണാടകയിൽ 70%, ഛത്തീസ്ഗഡ് 71%, ബംഗാൾ 75% എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനം, ഇന്നലത്തെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. എന്തായാലും ഈ പോളിംഗ് ശതമാനം BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ അയോധ്യ രാമക്ഷേത്രം അടക്കമല്ല ഈ വർഗീയ വിഷയങ്ങൾ വീണ്ടും പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നലെയും പ്രസംഗിച്ചത്. നമുക്കറിയാം, ഇന്നലെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും തന്നെയും നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഇവിടെ ഈ ജിഹാദ് വോട്ട് വേണോ അല്ലെങ്കിൽ രാജ്യം വേണമോ എന്നുള്ള നിലയും നരേന്ദ്രമോദി ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ തീർത്തും വിദ്വേഷ പ്രസംഗവും വർഗീയ പരാമർശവും മുസ്ലിം വിരുദ്ധ പരാമർശവുമായി മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി. എന്തായാലും അവരുടെ ഒരു പ്രചരണ ആയുധവും അവരുടെ അജണ്ടയും വർഗീയതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ എല്ലാ ഘട്ടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞ BJP പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വളരെ കുറയുന്നത് കണ്ട് അവരുടെ പതിവ് രീതിയായ വർഗീയതയിലേക്ക് തന്നെ തിരികെ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും കാണാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി തന്നെ ആ വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കുന്നതും കാണാൻ കഴിഞ്ഞു. ഇന്നലെയും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഇതേ വർഗീയ ചോദ്യങ്ങൾ തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയുന്നത് BJPയെ സംബന്ധിച്ച് ആശങ്കയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.